വയനാട് ജില്ലാ കളക്ടറും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സംവാദ പരിപാടിയാണ് ഗുഡ് മോർണിംഗ് കളക്ടർ. അപ്പോൾ അത് അർദ്ധ സെഞ്ചുറിയും പിന്നിട്ട് മുന്നോട്ട് പോകുന്നു. ഏറെ നാളായി തുടങ്ങിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന പരിപാടിയിൽ 52 സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായിട്ടാണ് കളക്ടർ DR മേഘശ്രീ പല കാര്യങ്ങളും അവരുടെ ഭാവി സ്വപ്നങ്ങൾ, അതിനെന്തൊക്കെ വഴികൾ എന്നതൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നിർത്തിവെച്ച പരിപാടി ഇതാ വീണ്ടും സജീവമായി പുനരാരംഭിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് വേണം. ബിക്കോസ് IAS പഠിക്കുമ്പോൾ എനിത്തിങ് അണ്ടർ ദ സൺ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. സോ വി ഷുഡ് ബി ഏബിൾ ടു റീഡ് എ ലോട്ട് ഓഫ് തിങ്സ്, ഗ്രാസ്പ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. വയനാടിനെ വിറങ്ങലിപ്പിച്ച മഹാദുരന്തത്തിന് ആഴ്ചകൾക്ക് മുൻപാണ് DR മേഘശ്രീ ജില്ലാ കളക്ടറായി എത്തുന്നത്. മുണ്ടക്കയ്യെയും ചൂരൽമലയെയും ഉരുളെടുത്തപ്പോൾ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഈ തിരക്കുകൾക്കിടയിലാണ് ആഴ്ചയിൽ ഒരു ദിവസം വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താൻ കളക്ടർ സമയം കണ്ടെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവെച്ച ഗുഡ് മോർണിംഗ് കളക്ടർ കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചു. 52 വിദ്യാലയങ്ങളിലെ കുട്ടികൾ ഇതിനോടകം കളക്ടറുടെ ചേംബറിലെത്തി സംവാദത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ കളക്ടറുടെ ചേംബറിലേക്ക് പോകാനോ കളക്ടറിനെ കാണാനോ ഒരു ഇതുണ്ടായിരുന്നില്ല. സോ വെൻ ഐ ബിക്കേം കളക്ടർ, ദറ്റ് ഈസ് സംതിങ് ഐ ഡിസൈഡഡ്. കുട്ടികൾ ഇങ്ങോട്ട് വരണം, അവർക്കൊരു മോട്ടിവേഷൻ ആവണം, നമ്മൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ എപ്പോഴും യൂഷ്വലി പരാതി തന്നെയാണ്, അത് ചെയ്തില്ല ഇത് ചെയ്തില്ല പറഞ്ഞിട്ട്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ഹൗ ഇറ്റ് വർക്ക്സ്. പരിപാടിയിൽ കുട്ടികൾ മുന്നോട്ട് വെച്ച പല ആശയങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞതായും കളക്ടർ പറയുന്നു. ഇവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ, ഇന്നോവേഷൻ ഹബ്സും ഒക്കെ എല്ലാം അവർ ഐഡിയാസ് തന്നെ ആയിരുന്നു. മെഡിക്കൽ കോളേജിൻ്റെ കൊണ്ടുവരുന്നതും നഴ്സിംഗ് കോളേജ് ശരിയാക്കുന്നതൊക്കെ എല്ലാം മെനി സ്റ്റുഡൻസ് കെയിം ഹിയർ ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ദേ റിക്വസ്റ്റഡ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റുഡൻസ്. നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുട്ടികളും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം, മെഡിക്കൽ കോളേജ്, ചുരൻ ബദൽപാത തുടങ്ങിയ വിഷയങ്ങളൊക്കെ കളക്ടറും കുട്ടികളും തമ്മിലുള്ള സംവാദത്തിൽ ഉയർന്നു വരാറുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്. വളരെ നല്ലൊരു ദൗത്യമാണ്. അപ്പോൾ കളക്ടർ തന്നെ പറഞ്ഞ പോലെ നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ കളക്ടർമാരെ കാണാനൊന്നും അവസരം കിട്ടിയില്ല. അപ്പോൾ കളക്ടർ ആ ഒരു തസ്തികയിലേക്ക് വന്നപ്പോൾ കുട്ടികൾക്ക് അതിനൊരു അവസരം കൊടുക്കണമെന്നുള്ള തീരുമാനമാണത്. വളരെ സർഗാത്മകമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. അപ്പോൾ കമൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. കമൽ, ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ, കമൽ തന്നെ സ്റ്റോറിയിൽ സൂചിപ്പിക്കുന്ന പോലെ അത്തരം ദൗത്യങ്ങൾ ഒക്കെ പൂർത്തീകരിച്ച് നന്നായി മുന്നോട്ട് പോകുന്ന ഒരു കളക്ടറാണ്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനും കേൾക്കാനും അറിയാനും ഒക്കെ ഉണ്ട്. 2024 ജൂലൈയിലാണ് കർണാടകയിലെ ചിത്രദുർഗ സ്വദേശിനിയായ DR മേഘശ്രീ വയനാട് കളക്ടറായി ചുമതലയേൽക്കുന്നത്. അവർ കളക്ടറായി എത്തിയ ദിവസങ്ങൾക്കുള്ളിലാണ് വയനാട് കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടാകുന്നത്. അതിനു മുൻപ് ആ പ്രദേശങ്ങൾ അവർ ഒരുപക്ഷെ കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് ഉണ്ടായൊരു ദുരന്തം. പക്ഷേ അതിനു മുന്നിൽ അവർ പകച്ചു നിന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെയും അതുപോലെ ഈ അതിജീവനത്തിൻ്റെയും ഒക്കെ ഭാഗമായി അവർ മാറി. പിന്നീടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും ഈ ദുരന്തബാധിതരുടെ തുടർന്നുള്ള ജീവിതവും ഒക്കെ അവരുടെ ഒരു പ്രധാന ഉത്തരവാദിത്തമായി മാറി. അവർ അത് വളരെ നന്നായി തന്നെ അവരോടൊപ്പം ചേർന്ന് നിന്ന്, ജനതയോടൊപ്പം ചേർന്ന് നിന്ന് ആ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നിന്നുള്ള അതിജീവിതരും കളക്ടറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ മുൻപ് ഒരുപാട് പറഞ്ഞിട്ടുള്ളതുമാണ്. ഈ ഒരു തിരക്ക് അല്ലെങ്കിൽ ഈ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തത്തിന് ഇടയിലാണ് കളക്ടർ ഈ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ഒരു പ്രത്യേക പരിപാടി തുടങ്ങിയത്. ആഴ്ചയിലൊരിക്കൽ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ഗുഡ് മോർണിംഗ് കളക്ടർ എന്ന പേരിലാണ് ആ പരിപാടി അവർ തുടങ്ങി വെച്ചത്. കുട്ടികളുമായി വളരെ ഗൗരവമേറിയ വിഷയങ്ങളിൽ തന്നെയാണ് ആശയ സംവാദം നടത്താറ്. വിദ്യാർത്ഥികളാണെങ്കിൽ കൂടി അവർ ജില്ലയുടെ പ്രധാന വിഷയങ്ങളൊക്കെ അതിൽ ഉന്നയിക്കാറുണ്ട്. മറ്റു പല ആശയങ്ങളും പങ്കുവെക്കാറുണ്ട്. വളരെ സന്തോഷം നൽകുന്ന ഒരു പരിപാടിയായാണ് ഇത് തുടർന്നു വരുന്നതെന്ന് കളക്ടർ തന്നെ പറയുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ, നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യമായി കളക്ടർ എടുത്തു പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ച് ദിവസത്തേക്ക് ആ പരിപാടി നിർത്തിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും തുടങ്ങി. 52 വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളുമായി ഇതിനോടകം ഈ പരിപാടിയിൽ സംവദിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഇത്തരം പരിപാടികൾക്ക് തുടർച്ചയുണ്ടാകാറില്ല. പലരും തുടങ്ങി വെച്ചാലും അത് ഇത്രയും കാലം 2 വർഷത്തോളം കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഇനിയും കുട്ടികളുമായി സംവദിക്കാൻ അവർ തയ്യാറായി
തയ്യാറായി നിൽക്കുന്നു. എന്തായാലും വളരെ മാതൃകാപരമായ ഒരു പരിപാടിയായാണ് ഗുഡ് മോർണിംഗ് കലക്ടർ എന്ന പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ശരി, എന്നാലും മറ്റ് ജില്ലകളിൽ കൂടി കളക്ടർമാർക്ക് ഇങ്ങനെ ഒരു എവിടെയെങ്കിലും വേറെ ഉണ്ടോ എന്നതിന് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിലില്ല. ചിലപ്പോൾ മറ്റിടങ്ങളിൽ ഉണ്ടാകാമായിരിക്കും, അല്ലെങ്കിൽ ഇനി അത്തരം പരിപാടികൾ നടത്താനുള്ള ഒരു പ്രേരണ വയനാട്ടിൽ നിന്ന് കിട്ടട്ടെ. ശരി കമലെ.